അധ്യായം 17. കാട്ടുതീ കെടുത്തൽ. നാഗാലയ എന്നറിയപ്പെടുന്ന ദ്വീപിൽ സർപ്പങ്ങൾ അധിവസിക്കുന്നുണ്ടെന്നും അവിടെയുള്ള പ്രധാന സർപ്പങ്ങളിലൊന്നാണ് കാളിയ. പാമ്പുകളെ ഭക്ഷിക്കുന്ന ശീലമുള്ള ഗരുഡൻ ഈ ദ്വീപിൽ വന്ന് പല സർപ്പങ്ങളെയും യഥേഷ്ടം കൊല്ലാറുണ്ടായിരുന്നു. അവയിൽ ചിലത് അവൻ ശരിക്കും കഴിച്ചു, എന്നാൽ ചിലത് അനാവശ്യമായി കൊല്ലപ്പെട്ടു. ഉരഗ സമൂഹം വളരെ അസ്വസ്ഥരായി. അവരുടെ നേതാവ് വാസുകി സംരക്ഷണത്തിനായി ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. ഗരുഡൻ ഒരു ശല്യവും ഉണ്ടാക്കാതിരിക്കാൻ ബ്രഹ്മദേവൻ ഒരു ക്രമീകരണം ചെയ്തു. ഓരോ അർദ്ധചന്ദ്രദിനത്തിലും ഉരഗസമൂഹം ഗരുഡന് ഒരു സർപ്പത്തെ അർപ്പിക്കും. ഗരുഡന് ബലിയായി സർപ്പത്തെ ഒരു മരത്തിന്റെ ചുവട്ടിൽ വെക്കണം. ഗരുഡൻ ഈ വഴിപാടിൽ തൃപ്തനായി, അതിനാൽ അവൻ മറ്റ് സർപ്പങ്ങളെ ശല്യപ്പെടുത്തിയില്ല. എന്നാൽ ക്രമേണ കാളിയ ഈ സാഹചര്യം മുതലെടുത്തു. തന്റെ സഞ്ചയിച്ച വിഷത്തിന്റെ അളവിലും ഭൗതിക ശക്തിയിലും അയാൾ അനാവശ്യമായി വീർപ്പുമുട്ടി. എന്തിനാണ് ഗരുഡന് ഈ യാഗം അർപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അവൻ യാഗം അർപ്പിക്കുന്നത് നിർത്തി. പകരം അവൻ തന്നെ ഗരുഡൻ നിവേദ്യം കഴിച്ചു. വിഷ്ണുവിന്റെ മഹാഭക്തനായ ഗരുഡൻ കാളിയൻ അർപ്പിക്കുന്ന യാഗങ്ങൾ കഴിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വളരെ ക്രുദ്ധനായി. ആക്രമണകാരിയായ സർപ്പത്തെ കൊല്ലാൻ ദ്വീപിലേക്ക് പാഞ്ഞു. കാളിയ ഗരുഡനോട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു. അവന്റെ പല കവചങ്ങളും വിഷം നിറഞ്ഞ മൂർച്ചയുള്ള പല്ലുകളും കൊണ്ട് അവനെ നേരിട്ടു. കാളിയൻ അവനെ കടിക്കാൻ ശ്രമിച്ചു. താർക്യന്റെ പുത്രനായ ഗരുഡൻ വലിയ കോപത്തോടെ ഭഗവാൻ വിഷ്ണുവിന്റെ വാഹകനായ മഹാശക്തിയോടെ തന്റെ തിളങ്ങുന്ന സ്വർണ്ണ ചിറകുകൾ കൊണ്ട് കാളിയന്റെ ശരീരത്തിൽ അടിച്ചു. കദ്രുവിന്റെ പുത്രനായ കദ്രുസുതൻ എന്നറിയപ്പെട്ടിരുന്ന കാളിയൻ ഉടൻ തന്നെ ഗരുഡന് അടുക്കാൻ കഴിയാത്ത യമുന നദിയുടെ ഉള്ളിൽ കിടന്നിരുന്ന കാളിയഹ്രദ എന്ന തടാകത്തിലേക്ക് ഓടിപ്പോയി. കാളിയൻ യമുനയിലെ ജലത്തിൽ അഭയം പ്രാപിച്ചു. ഗരുഡൻ കാളിയ പാമ്പിന്റെ ദ്വീപിൽ പോയതുപോലെ അവൻ യമുനയിൽ മത്സ്യം പിടിക്കാൻ പോകാറുണ്ടായിരുന്നു. എന്നിരുന്നാലും സൗബരി മുനി എന്നറിയപ്പെടുന്ന ഒരു മഹായോഗി അവിടെ ജലത്തിനുള്ളിൽ ധ്യാനിക്കുകയും മത്സ്യത്തോട് അനുഭാവം പുലർത്തുകയും ചെയ്തു. അവിടെ വന്ന് മത്സ്യത്തെ ശല്യപ്പെടുത്തരുതെന്ന് അദ്ദേഹം ഗരുഡനോട് ആവശ്യപ്പെട്ടു. ഭഗവാൻ വിഷ്ണുവിന്റെ വാഹകനായ ഗരുഡൻ ആരുടെയും ആജ്ഞയ്ക്ക് കീഴിലായിരുന്നില്ലെങ്കിലും മഹായോഗിയുടെ ആജ്ഞ ലംഘിച്ചില്ല. അവിടെ താമസിച്ച് ധാരാളം മത്സ്യങ്ങൾ തിന്നുന്നതിനു പകരം അവൻ അവരുടെ നേതാവായ ഒരു വലിയ മത്സ്യത്തെ എടുത്തുകൊണ്ടുപോയി. മത്സ്യത്തിന്റെ നേതാക്കന്മാരിൽ ഒരാളെ ഗരുഡൻ കൊണ്ടുപോയതിൽ സൗബരി മുനി ഖേദിക്കുകയും അവരുടെ സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ച് ഗരുഡനെ ശപിക്കുകയും ചെയ്തു. ഇന്നു മുതൽ ഗരുഡൻ ഇവിടെ മത്സ്യം പിടിക്കാൻ വന്നാൽ ഞാനിത് എന്റെ സർവശക്തിയുമെടുത്ത് പറയുന്നു, അവൻ ഉടൻ കൊല്ലപ്പെടും. ഈ ശാപം കാളിയന് മാത്രമേ അറിയൂ. അതിനാൽ ഗരുഡന് അവിടെ വരാൻ കഴിയില്ലെന്ന് കാളിയയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ യമുനയിലെ തടാകത്തിൽ അഭയം തേടുന്നതാണ് ബുദ്ധിയെന്ന് അദ്ദേഹം കരുതി. എന്നാൽ കാളിയൻ സൗബരി മുനിയെ അഭയം പ്രാപിക്കുന്നത് വിജയിച്ചില്ല. ഗരുഡന്റെ യജമാനനായ കൃഷ്ണനാൽ അവനെ യമുനയിൽ നിന്ന് ആട്ടിയൊടിച്ചു. ഗരുഡൻ പരമപുരുഷനായ പരമപുരുഷനോട് നേരിട്ട് ബന്ധപ്പെട്ടവനാണെന്നും ആരുടെയും ആജ്ഞക്കോ ശാപത്തിനോ വിധേയനാകാത്ത വിധം ശക്തനാണെന്നും ശ്രദ്ധിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ പരമപുരുഷനായ ഭഗവാന്റെ ഔന്നത്യത്തിൽപ്പെട്ടവനാണെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ഗരുഡയുടെ ശാപം സൗബരി മുനിയുടെ ഭാഗത്തുനിന്ന് ഒരു കുറ്റമായിരുന്നു. ഗരുഡൻ പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിലും ഒരു മഹാനായ വൈഷ്ണവ വ്യക്തിത്വത്തിനെതിരായ ആക്രമണത്തിൽ നിന്ന് മുനി രക്ഷപ്പെട്ടില്ല. ഈ കുറ്റം നിമിത്തം സൗബരി തന്റെ യോഗസ്ഥാനത്തുനിന്ന് വീണു. പിന്നീട് ഭൗതിക ലോകത്ത് ഇന്ദ്രിയ ആസ്വാദകയായി ഗൃഹസ്ഥനായി. ധ്യാനത്തിലൂടെ ആത്മീയ ആനന്ദത്തിൽ ലയിക്കേണ്ടിയിരുന്ന സൗബരി മുനിയുടെ പതനം വൈഷ്ണവദ്രോഹിക്കുള്ള ഉപദേശമാണ്. അവസാനം കൃഷ്ണൻ കാളിയന്റെ തടാകത്തിൽ നിന്ന് പുറത്തുവന്നപ്പോൾ യമുനാതീരത്ത് അവന്റെ എല്ലാ സുഹൃത്തുക്കളും ബന്ധുക്കളും അവനെ കണ്ടു. മനോഹരമായി അലങ്കരിച്ച് ചന്ദന പൾപ്പ് കൊണ്ട് പുരട്ടി വിലപിടിപ്പുള്ള ആഭരണങ്ങളും കല്ലുകളും കൊണ്ട് അലങ്കരിച്ച ഏതാണ്ട് പൂർണ്ണമായും സ്വർണം കൊണ്ട് പൊതിഞ്ഞ നിലയിലാണ് അവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. വൃന്ദാവന നിവാസികൾ, ഗോപന്മാരും പുരുഷന്മാരും, ഗോപികളും മാതാവ് യശോദയും മഹാരാജ നന്ദയും എല്ലാ പശുക്കളും പശുക്കിടാക്കളും ഉൾപ്പെടെ യമുനയിൽ നിന്ന് വരുന്ന കൃഷ്ണനെ കണ്ടു. അവർ തങ്ങളുടെ ജീവൻ വീണ്ടെടുത്തതുപോലെയായിരുന്നു. ഒരു വ്യക്തി തന്റെ ജീവിതം വീണ്ടെടുക്കുമ്പോൾ സ്വാഭാവികമായും അവൻ ആനന്ദത്തിലും ലയിച്ചുചേരുന്നു. അവർ ഓരോരുത്തരും കൃഷ്ണനെ നെഞ്ചോട് ചേർത്തു. അങ്ങനെ അവർക്ക് വലിയ ആശ്വാസം തോന്നി. മാതാവ് യശോദയും രോഹിണിയും മഹാരാജ നന്ദിയും ഗോപാലകരും കൃഷ്ണനെ ആശ്ലേഷിച്ചപ്പോൾ തങ്ങളുടെ ആത്യന്തികമായ ജീവിതലക്ഷ്യം കൈവരിച്ചതായി കരുതുന്ന വിധം സന്തോഷിച്ചു. ബലരാമനും കൃഷ്ണനെ ആശ്ലേഷിച്ചു. എന്നാൽ അവൻ ചിരിച്ചുകൊണ്ടിരുന്നു. കാരണം മറ്റെല്ലാവരും വളരെ ഉത്കണ്ഠാകുലരായിരിക്കുമ്പോൾ കൃഷ്ണനു എന്ത് സംഭവിക്കുമെന്ന് അവനറിയാമായിരുന്നു. യമുനയുടെ തീരത്തുള്ള എല്ലാ വൃക്ഷങ്ങളും പശുക്കൾ, കാളകൾ, പശുക്കിടാക്കൾ എന്നിവയ്ക്കൊപ്പം കൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതിനാൽ സന്തോഷിച്ചു. കൃഷ്ണനെയും കുടുംബാംഗങ്ങളെയും അഭിനന്ദിക്കാൻ വൃന്ദാവനത്തിലെ ബ്രാഹ്മണ നിവാസികൾ അവരുടെ ഭാര്യമാരുമായി ഉടൻ വന്നു. ബ്രാഹ്മണർ സമൂഹത്തിന്റെ ആത്മീയ ഗുരുക്കന്മാരായി കണക്കാക്കപ്പെടുന്നതിനാൽ കൃഷ്ണന്റെ മോചനത്തിനായി അവർ കൃഷ്ണനും കുടുംബത്തിനും അവരുടെ അനുഗ്രഹങ്ങൾ അർപ്പിച്ചു. ആ അവസരത്തിൽ തങ്ങൾക്ക് എന്തെങ്കിലും ദാനം നൽകാൻ അവർ മഹാരാജ നന്ദയോട് ആവശ്യപ്പെട്ടു. കൃഷ്ണന്റെ മടങ്ങിവരവിൽ സന്തുഷ്ടനായ നന്ദ മഹാരാജാവ് ബ്രാഹ്മണർക്ക് ധാരാളം പശുക്കളെയും ധാരാളം സ്വർണവും ദാനമായി നൽകി. അമ്മ യശോദ കൃഷ്ണനെ ആലിംഗനം ചെയ്യുകയും തന്റെ മടിയിൽ ഇരുത്തുകയും ചെയ്തു. അവൾ തുടർച്ചയായി കണ്ണുനീർ പൊഴിച്ചു.
ഏകദേശം രാത്രിയായതിനാൽ പശുക്കളും പശുക്കിടാക്കളും ഉൾപ്പെടെ വൃന്ദാവന നിവാസികളെല്ലാം വളരെ ക്ഷീണിതരായതിനാൽ അവർ നദീതീരത്ത് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അർദ്ധരാത്രിയിൽ അവർ വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ കാട്ടുതീയുണ്ടായി. ഉടൻ തന്നെ ആ തീ വൃന്ദാവന നിവാസികളെ മുഴുവൻ വിഴുങ്ങുമെന്ന് പെട്ടെന്ന് തോന്നി. തീയുടെ കുളിർ അനുഭവപ്പെട്ടിയുടനെ അവർ തങ്ങളുടെ കുട്ടിയെപ്പോലെ കളിക്കുകയായിരുന്നെങ്കിലും പരമപുരുഷനായ കൃഷ്ണനെ അഭയം പ്രാപിച്ചു. അവർ പറഞ്ഞു തുടങ്ങി, ഞങ്ങളുടെ പ്രിയ കൃഷ്ണ, പരമപുരുഷനായ പരമപുരുഷനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബലരാമൻ, എല്ലാ ശക്തികളുടെയും സംഭരണി, ഈ സർവ്വവിഹാരവും വിനാശകരവുമായ അഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ദയവായി ശ്രമിക്കുക. നീയല്ലാതെ ഞങ്ങൾക്ക് അഭയമില്ല. ഈ വിനാശകരമായ അഗ്നി ഞങ്ങളെ എല്ലാവരെയും വിഴുങ്ങും. അങ്ങനെ അവർ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. തങ്ങൾക്ക് അവന്റെ താമരപാദങ്ങളല്ലാതെ മറ്റൊന്നും അഭയം പ്രാപിക്കാൻ കഴിയില്ല. ഭഗവാൻ കൃഷ്ണൻ സ്വന്തം നഗരവാസികളോട് അനുകമ്പയുള്ളവനായി ഉടൻ തന്നെ കാട്ടുതീ മുഴുവൻ വിഴുങ്ങി അവരെ രക്ഷിച്ചു. ഇത് കൃഷ്ണന് സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നില്ല. കാരണം അവൻ പരിധിയില്ലാത്തവനാണ്. അവൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ അവന് പരിധിയില്ലാത്ത ശക്തിയുണ്ട്.